ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ലീവോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആക്സിലേറ്റർ കേബിൾ സൈഡ് തിരിക്കുമ്പോൾ സൗണ്ട് റേസിങ് കാണിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് എഞ്ചിൻ ഭാഗത്തുനിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻസ് പറഞ്ഞിട്ടുണ്ട് ടൈമിംഗ് ചെയിനുമായി ബന്ധപ്പെട്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്കുകളുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് ആക്സിലേറ്റർ റേസിങ് പ്രശ്നം കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്ക് ബ്രേക്ക് കറക്റ്റ് ഫ്രീ ആയിട്ട് വരാത്തൊരു കണ്ടീഷനുണ്ട്. നമുക്ക് അതിൻ്റെ മാസ്റ്റർ കിറ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡിസ്ക് ബ്രേക്കിൻ്റെ മാസ്റ്റർ റിപ്പയർ കിറ്റ് നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതേപോലെ സർവീസിനോടനുബന്ധിച്ച് നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മളത് ചെക്ക് ചെയ്ത് വരുമ്പോൾ ബാക്ക് ബ്രേക്ക് നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ്. ബ്രേക്ക് ലൈനർ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഇതിൽ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. നമുക്കത് ക്ലീനാക്കി റീസെറ്റ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തേക്കാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും മഴയാണ് വന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഇല്ലാതിരിക്കാനായിട്ട് ഒന്ന് ക്ലിയർ ചെയ്തേക്കാം. പിന്നെ അതേപോലെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യമുണ്ട്. ഹബിനകത്തായാലും വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. വീൽ ബെയറിങ്ങിൻ്റെ ഭാഗമൊക്കെ ഓക്കെയാണ്. അപ്പോൾ ചെയിൻ ചെറിയൊരു ലൂസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയിന് ഒന്ന് ടൈറ്റ് ചെയ്തേക്കാം. വീലിൻ്റെ റബ്ബറുകളാണ്, വേറെ തേയ്മാനമുണ്ട്, ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല. തൽക്കാലം അങ്ങനെ കിടക്കട്ടെ. എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്തു. കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് ഇതുമ്പോൾ കിടക്കുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ, കാരണം വലിയ പഴക്കമായിട്ടില്ല. പിന്നെ വണ്ടി എൻജിൻ്റെ ഭാഗത്ത് ഒരു സൗണ്ട് വേരിയേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് ആ കംപ്ലയിൻറ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ എൻജിൻ്റെ ഉള്ളിൽ വരുന്ന ക്യാം ജെയിൻ്റെ ഒരു പ്ലേ കാണിച്ച് തുടങ്ങിയേക്കണം. ചെറിയൊരു സൗണ്ടാണ് തുടങ്ങിയിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളത് അഴിക്കണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അഴിച്ച് മാറ്റിയാലും നമുക്ക് ആ കംപ്ലയിൻറ്റ്സ് നമുക്ക് അത്രയും എഫക്റ്റായിട്ട് മനസ്സിലാവാൻ പോലും ഇല്ല. കാരണം അതിനുള്ള സൗണ്ട് ഉള്ളൂ ഇപ്പോൾ നിലവിൽ. മേജറായിട്ടുള്ളൊരു കംപ്ലയിൻറ്റിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ നോക്കിയിട്ട് ഞാൻ പറയുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഏകദേശം ഒരു 40,000 കിലോമീറ്ററിലൊക്കെ ആയിട്ടുള്ളൂ വണ്ടി. അപ്പോൾ നമുക്കത് ഇപ്പോൾ വായ പിടിച്ച് പെട്ടെന്ന് എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കുറച്ചുകൂടി ഓടിയിട്ട് ചെയ്താൽ മതി. മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ ക്യാം ചെയിൻ, അതിൻ്റെ വീലുകളടക്കം ഫുൾ സെറ്റായിട്ടാണ് നമുക്ക് മാറ്റിയിട്ട് വരാം. അപ്പോൾ പരമാവധി ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമുക്ക് അതുകൊണ്ട് വേറെ ദോഷങ്ങളൊന്നും ഉണ്ടാവാനും പോകുന്നില്ല. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്, ഉപയോഗിക്കാനുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗവും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പാഡൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുള്ളതുണ്ട്. നമ്മൾ ഈ കാലിപ്പർ ബ്രാക്കറ്റ് അസംബ്ലി നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ബോട്ട് സെറ്റ് ഒന്ന് മാറ്റിയിടുന്നുണ്ട്. ഇതൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്യുന്നതിൻ്റെ കാരണം വെച്ചാൽ ഒന്നാമത് മഴയാണ് നമുക്ക്. അപ്പോൾ അതിനകത്ത് ബ്രേക്കിൻ്റെ ഭാഗവും ടയറുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, അതേപോലെ കേബിളുകൾ, ഇതൊക്കെ ക്ലിയർ ആയിരിക്കണം. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ അത് മൂലം നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ അത് നിലവിൽ ബ്രേക്കിൻ്റെയൊക്കെയും ബ്രേക്ക് ജാമാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ജാമാവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ അതാണ് ആ ഫങ്ഷൻസൊക്കെ എപ്പോഴും നമുക്ക് മഴയ്ക്കും തന്നെ ക്ലിയർ ചെയ്ത് നമ്മൾ റെഡിയാക്കി നിർത്തേണ്ടതാണ്. മഴ കഴിഞ്ഞിട്ടും ഇതേപോലെ തന്നെ നമ്മൾ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുക്കേണ്ടതാണ്. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയക്കണം. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നും ആയിട്ടില്ല. പിന്നെ നമുക്ക് എഞ്ചിൻ ഓയിലിൻ്റെ കേസ് കാർഡിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്കത് നോക്കുമ്പോൾ ഓയിൽ മാറേണ്ട ഒരു ടൈമിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ ചേഞ്ച് കൂടി കൂട്ടത്തിക്കൂടെ നമ്മൾ നടത്തി വിടുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ജോബ് കാർഡിൽ പറയാത്തത് കൊണ്ടാണ് നമ്മൾ അഴിക്കുക. എന്തായാലും നമുക്ക് എഞ്ചിൻ ഓയിൽ മാറണം, അത്യാവശ്യം അഴുക്കിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി 2024 ബാറ്ററി, പുതിയ ബാറ്ററിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ജനറൽ സർവീസിനകത്ത് ബാറ്ററി ടെസ്റ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ ചെക്ക് ചെയ്യണമെന്നുള്ളൂ. വോൾട്ട് കറക്റ്റ് നിൽക്കുന്നുണ്ട്. 12.816 റേഞ്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. പ്രശ്നമൊന്നുമില്ല നിലവിൽ. പിന്നെ നമുക്ക് അതിൻ്റെ സർവീസിനോടനുബന്ധിച്ച് തന്നെ വർക്കുകളാണ് മെയിനായിട്ടുള്ളത്. അതിനകത്ത് പിന്നെ ആക്സിലേറ്റർ കേബിളൊക്കെ നമുക്ക് ടൈറ്റ് കാണിക്കാം. പിന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഇരിക്കുന്ന യൂണിറ്റ് അസംബ്ലിയാണ് നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ബ്രേക്ക് പിടിച്ചാൽ കറക്റ്റായിട്ട് റിലീസ് ആവാത്തൊരു ഫീൽ കാണിക്കുന്നുണ്ട്. ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, കൈയോടെ അഴിച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ.